നല്ല അടിപൊളി ഒരു മട്ടൻ ബിരിയാണി നമുക്ക് ഉണ്ടാക്കാം. അതിനുള്ള മട്ടൻ ബിരിയാണിക്കുള്ള മസാല നമുക്ക് റെഡിയാക്കാം. അതിന് മട്ടൻ വേണം. 1.5 കിലോ മട്ടനാണ് ഞാൻ എടുത്തിട്ട്. അതിലേക്ക് കുറച്ച് ഗാർലിക്ക്, ജിഞ്ചർ, ചില്ലി, ഗ്രീൻ ചില്ലിയാണ്, പിന്നെ മഞ്ഞൾപ്പൊടി, പിന്നെ ജീരകം, കുരുമുളക്, ഗരം മസാല, കൊറിയാണ്ടർ ലീഫ്, പിന്നെ മിൻറ്റ് ലീഫ്, ഇത് എല്ലാം കൂടി ഇട്ട് സാൾട്ട് ഇതെല്ലാം കൂടി ഇട്ടിട്ട് നല്ല മിക്സാക്കിയതിന് ശേഷം അടച്ച് കുക്കറിൽ നമ്മൾ ഗ്യാസിന് വെച്ചിട്ട് വേവിക്കുക. അപ്പോൾ ഞാൻ 5 വിസിലാണ് ഇത് പിന്നെ വേവാൻ വേണ്ടിയിട്ട് എടുത്തത്. അപ്പോൾ പല വേവായിരിക്കും മട്ടനിക്ക്. പല മട്ടനും വെക്കുമ്പോൾ 5, 6, 7, 8 വിസിലൊക്കെ വേണ്ടി വരും. എനിക്ക് 5 വിസിൽ ആവശ്യം വന്നിട്ടുള്ളൂ. അപ്പോൾ മട്ടൻ വെന്ത് അതിന് നമുക്ക് ബിരിയാണി റൈസിന് നമുക്ക് ബിരിയാണി ഉണ്ടാക്കാനുള്ള മസാല റെഡിയാക്കാം. അതിന് കോക്കനട്ട് ഓയിലാണ് എടുത്തത്. പിന്നെ ഒരു നമ്മളുണ്ടാക്കുന്ന നല്ലൊരു ടേസ്റ്റ് ആയിട്ടുള്ള, അപ്പോൾ ആ ഒരു എന്താ പറയുക ഓയിലിൻ്റെ ടേസ്റ്റിനേക്കാളും നല്ലതാണ് നമുക്ക് കോക്കനട്ട് ഓയിൽ. അപ്പോൾ അതിലേക്ക് കുറച്ച് ഉള്ളി ഇടുക. ഉള്ളി വാടാൻ വേണ്ടിയിട്ട് കുറച്ച് ഉപ്പിട്ട് കൊടുക്കുക. അതിനുശേഷം കുറച്ച് തക്കാളി ഇട്ട് കൊടുക്കുക. തക്കാളിയെല്ലാം ഇട്ട് നന്നായി ഇളക്കി വെക്കുക. രണ്ടും സെയിമായി വേവാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്യുന്നത്. അപ്പോൾ നമ്മളത് അടച്ചു വെക്കുക. അപ്പോൾ അടച്ചു വെച്ച് വീഡിയോനോട് മിസ് ചെയ്തിട്ടുണ്ട്. അത് നിങ്ങൾ അടച്ചു വെച്ച് വേവിക്കുക. അപ്പോൾ നന്നായി അടച്ച് വെച്ച് വേവിച്ച് അതിന് ശേഷം പിന്നെ വെളുത്തുള്ളിയും ഇഞ്ചിയും പച്ചമുളകും ഇട്ട് നന്നായിട്ട് തന്നെ മിക്സാക്കി നല്ല പച്ച മണം പോകണമല്ല അങ്ങനെ മിക്സാക്കി എടുക്കുക. അപ്പോൾ അതിന് ശേഷം ഈ ഒരു രൂപത്തിലാവണം, നല്ല വെന്തിട്ട് വരണം. അതിന് ശേഷം കുറച്ച് ഗരം മസാല ഇട്ട് കൊടുക്കുക. പിന്നെ കുറച്ച് 2 സ്പൂണ് കുരുമുളക് ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഞാൻ വേറെ മുളക് പൊടിയൊന്നും ഞാൻ ചേർക്കുന്നില്ല. അപ്പോൾ പച്ചമുളകും കുരുമുളകുമാണ് ഇതിൽ ഞാൻ മെയിനായിട്ട് ചേർക്കുന്നത്. കുറച്ച് മല്ലിയില, പുതിനില രണ്ടും കൂടി ഇട്ട് മിക്സാക്കി നന്നായിട്ട് തന്നെ ഒന്നും കൂടെ യോജിപ്പിച്ച് നല്ല വെള്ളത്തിൻ്റെ പച്ചമണം പോകുന്നവരെ നന്നായിട്ട് ഇളക്കിയെല്ലാം മിക്സായി ഈ ഒരു രൂപമായി വന്നു. അങ്ങനെ നല്ല തിക്കായിട്ട് വന്നിട്ട് നമ്മൾ കഴിഞ്ഞിട്ട് ഇതേപോലെ ആയിരിക്കണം പിന്നെ വേവാൻ വേണ്ടിയിട്ട്. അതിന് ശേഷം നമ്മൾ കുറച്ച് തൈര് ഒഴിച്ച് കൊടുക്കും. തൈര് ഒഴിച്ച് കൊടുത്ത് കഴിഞ്ഞിട്ട് വേഗം തന്നെ ഈ മട്ടനെ ഇതിലേക്ക് ഇട്ടിട്ട് നമ്മൾ മിക്സാക്കി വെക്കുക. നന്നായിട്ടൊന്ന് യോജിപ്പിച്ചിട്ടുണ്ടാക്കുക മിക്സാക്കി വെക്കുക. അപ്പോൾ നമ്മൾ മട്ടൻ മസാല റെഡി ആയിട്ടുണ്ട്. നമുക്ക് ഇതിന് ഉള്ള റൈസ് റെഡിയാക്കാം. റൈസ് റെഡിയാക്കാൻ വേണ്ടിയിട്ട് ഞാനൊരു റൈസ് കുക്കറാണ് എടുത്തിട്ട്. കറണ്ടിൽ വർക്ക് ചെയ്യുന്നൊരു കുക്കറാണ്. അപ്പോൾ അതിലേക്ക് ഞാൻ കുറച്ച് വെളിച്ചെണ്ണ തന്നെയാണ് ഒഴിച്ചു കൊടുത്തത്, ഓയിലല്ല. അപ്പോൾ വെളിച്ചെണ്ണയും കുറച്ച് നെയ്യ് ഒഴിച്ച് അതിലേക്ക് പട്ട, ഗ്രാമ്പൂ, പിന്നെ ഏലക്കായ്, വലിയ ഉള്ളിൻ്റെ ഒരു പീസ്, ചെറിയൊരു കഷ്ണം. അപ്പോൾ നന്നായിട്ട് ഇത് ചൂടാവുന്നുണ്ട് കേട്ടോ, നല്ല ചൂടാവുന്നുണ്ട്. അതാണ് ഞാൻ അതിലേക്ക് തന്നെ ഇട്ട് കൊടുത്തത്. അപ്പോൾ നല്ല മുരിഞ്ഞ് പൊരിയാനൊന്നും നിൽക്കുന്നില്ല. അപ്പോൾ ഇത് ആവുന്നതിന് ഞാനൊരു 1.5 കിലോന് അരിയാണ് വെക്കുന്നത്. അതിനുള്ള വെള്ളം ഞാൻ ഇതിലേക്ക് ഒഴിക്കുന്നുണ്ട്. അപ്പോൾ നന്നായിട്ട് തന്നെ അത് ആവുന്നുണ്ട്. അപ്പോൾ പിന്നെ ഇതിലേക്ക് കുറച്ച് ലെമണിൻ്റെ ഇതും ഒരു കഷ്ണം ലെമണും കൂടെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് നമ്മൾ. പിന്നെ റൈസ് കഴുകി എടുത്തിട്ടുണ്ട്. നല്ല ചെറിയ കുഞ്ഞ അരിയാണ്. അപ്പോൾ അത് നന്നായിട്ട് നമ്മളിതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പം പിന്നെ ലെമണെല്ലാം പിഴിഞ്ഞ് നല്ല റെഡിയാക്കിയത് ചോറ് റൈസിന് തമ്മിലിങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒട്ടാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ അങ്ങനെ ചെയ്യുന്നത്. അപ്പോൾ ഇത് കറണ്ടിൽ വർക്ക് ചെയ്യുന്ന റൈസ് കുക്കറാണ് ഞാൻ പറഞ്ഞത്. അപ്പോൾ ഇതാണ് സാധനം. ഇത് ഓണാക്കി കഴിഞ്ഞാൽ പിന്നെ ഓഫാക്കൊന്നും വേണ്ട, നമ്മളത് ഓട്ടോമാറ്റിക്കലി തന്നെ വെന്ത് കഴിയുമ്പോൾ അത് ഓട്ടോമാറ്റിക്കലി ഓഫാവും. അപ്പോൾ ദമ്മിലേക്കുള്ള സാധനമാണ് ക്യാരറ്റ്, പൊരിച്ച ഉള്ളി, പിന്നെ മല്ലിയില. അപ്പോൾ ഇത് 3ഉം കൂടെ നമ്മൾ മസാലയിലേക്ക് ഇടും. അപ്പോൾ ഞാൻ റൈസ് മാറ്റിയതിന് ശേഷം ആ റൈസ് കുക്കറിൽ തന്നെയാണ് ഞാൻ ഇടുന്നത് മസാല റെഡിയാക്കുന്നത്. മസാല റെഡിയാക്കാൻ വേണ്ടിയിട്ട് പിന്നെ കുറച്ച് നെയ്യ് ഒഴിക്കുന്നുണ്ട്. നെയ്യ് ഒഴിച്ചതിന് ശേഷം നമ്മൾ ഉണ്ടാക്കി വെച്ച മസാല ഞാൻ ഫുള്ളായിട്ട് ഇടുന്നുണ്ട് കേട്ടോ. ഫുള്ളായിട്ട് ഞാൻ അതിലേക്ക് ഇടുന്നുണ്ട്. അപ്പോൾ അതിനുശേഷം കുറച്ച് ക്യാരറ്റും മല്ലിയിലയും ഉണക്കി പൊരിച്ച ഉള്ളിയെല്ലാം ഇടുന്നുണ്ട്. അതിനുശേഷം നമ്മൾ റൈസ് നന്നായിട്ട് ഇട്ട് കൊടുക്കുന്നത്. ഈ മഞ്ഞപ്പൊടി കളറെല്ലാം ഇങ്ങനെ ഒഴിച്ചു കൊടുക്കുന്നു, അതൊന്നും ഞാൻ ഒഴിക്കുന്നില്ല കേട്ടോ. അത് ഒഴിക്കുമ്പോൾ ഒരു മഞ്ഞ കളർ വരാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഞാനിതിൽ മുളക് പൊടിയൊന്നും അങ്ങനെ ചേർക്കാത്തതുകൊണ്ട് തന്നെ ഇതിൻ്റെ അടിയിൽ നിന്ന് തന്നെ നമ്മൾ മസാലേൻ്റെ ഗ്രേവി മേലേക്ക് വന്നിട്ട് തന്നെ ഇതൊരു കളറ് വരും. നമ്മളെ കുരുമുളകിൻ്റെ ആ ഒരു ഫ്ലേവറിലുള്ള കളറ് വരും. അപ്പോൾ
അങ്ങനെയാണ് ഒരു രസം. ആ മഞ്ഞേനേക്കാൾ രസം അങ്ങനെ കാണാനാണ്. അപ്പം ഞാൻ അങ്ങനെയാണ് ചെയ്യല്. മഞ്ഞ ഒഴിക്കുന്നവർക്ക് മഞ്ഞ ഒഴിക്കാം കേട്ടോ, മഞ്ഞ കളർ ഒഴിച്ചു കൊടുക്കാം. അങ്ങനെ ദമ്മിലിട്ട് നല്ല അടിപൊളിയാക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ ഒരു 5 മിനിറ്റ് ആ ദമ്മിൽ കിടക്കുക, തന്നെ ഓട്ടോമാറ്റിക്കലി ഓഫ് ആവും. അപ്പോൾ ഇതാണ് നമ്മുടെ മട്ടൻ ബിരിയാണി. അപ്പം നല്ല